പിടിച്ചേട്ടോ, ഞാൻ 11 വെടിക്കല്ലേ ഓർഡർ ചെയ്തത്, 10 പൊട്ടിയുള്ളൂ. 11 പൊട്ടി, ഒരെണ്ണം ഇരട്ടയായിരുന്നു. ഈശ്വര, വെടിയിലും ട്വിൻസോ? ഒന്ന് മാറണേ, ഒരു വഴിപാടുണ്ടേ. എന്താ ഇടിച്ചേറി വരുന്നത്? ബാക്കിയുള്ള സിനിമ നിൽക്കാ. സ്വാമി ശരണം ക്ഷമിക്കണം, കടയിൽ കയറാൻ നേരമായി, അതുകൊണ്ടാ. എന്ത് വഴിപാടാ? അച്ഛന്റെ വായിന്ന് മേലെ തെറിയേക്കരുത്. അതിന് പറ്റിയ ഐറ്റംസ് ഏതാ? ശത്രുസംഹാര രക്തപുഷ്പാഞ്ജലി ആയിക്കോട്ടെ. ഓ ആയിക്കോട്ടെ. എന്താ പേര്? രമേശൻ. നക്ഷത്രം? നക്ഷത്രം ഇല്ല, ഞാൻ ജനിച്ചത് പകലാ. ജന്മനാള്? നിങ്ങൾക്കൊക്കെ ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് വന്നൂടെ? ലേഡീസ് കേൾക്കാൻ മക്കള. നക്ഷത്രം മസ്റ്റാണോ? നാളില്ല, പിന്നെ എങ്ങനെയാ? രമേശൻ മൂലം? പോറ്റുമൂലന്റെ മാനം പോയല്ലേ ഈശ്വര. രമേശൻ മൂലുണ്ടോ? ദക്ഷിണ, ഇനി വരുമ്പോഴെങ്കിലും നാളെ വിളിച്ച് നാറ്റിക്കരുത്. എനിക്ക് ചേട്ടന്റെ നാളാ. സർവേശ്വര ഭഗവാനെ രക്ഷിക്കണേ. ചേട്ടനൊന്ന് പോന്നോ? അച്ഛൻ നേരെയാണെങ്കിൽ ഇനി ദൈവം വിചാരിച്ചാലേ പറ്റൂ. ഞാൻ നാഞ്ഞു വിളിക്കാൻ പോവാ. ശരിക്കും പിടിച്ചോ, ഇപ്പൊ ആളാത്തണ്ടോ? നാരായണ നാരായണ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ വന്ന് മനമുരുകി പ്രാർത്ഥിച്ചു, ഇനി ഒരിക്കലും മുതലാളിയുടെ വായുന്നൊരു തെറി പോലും കേൾക്കരുതേ എന്ന്. ദൈവം കനിഞ്ഞ് ഒരാഴ്ചയായിട്ട് ഒരൊറ്റ തെറി പോലും കേട്ടിട്ടില്ല. അതിനു വേണ്ടിയാണ് ഈ ശയന പ്രദക്ഷിണം. വഴിപടക്കല്ലേ, മാറ് 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 മാറ്. നാരായണ നാരായണ. സാറിന് എന്താ വേണ്ടേ? ഒരു ചായ. കാലിച്ചായ മാത്രം മതിയോ? കഴിക്കാനൊന്നും വേണ്ടേ? കഴിക്കാനൊന്നും നേരമില്ല, 10 മണിക്ക് ഒരിടത്ത് പോകേണ്ടതാ. സാറിന്റെ മുഖം കണ്ടാൽ അറിയാലോ നല്ല വിശപ്പുണ്ടെന്ന്. ഇവിടെ താമസമൊന്നുമില്ല. പെട്ടെന്ന് കിട്ടുന്ന എന്തുണ്ട്? മസാല ദോശ, നെയ് റോസ്റ്റ്, ഊത്തപ്പം, ഉഴുന്നുവട, പപ്പടവട, കാരവട, അപ്പം, ഇടിയപ്പം, മണിപ്പൂട്ട്, ചപ്പാത്തി, പൊറോട്ട, കൊഴുക്കൊട്ട, ആട്, മാട്, പോത്ത്, പന്നി, കടല, കൊടല്. പോരട്ടെ? ഇടിയപ്പവും പോരട്ടെ? ആട്ടിറച്ചി. അത് രണ്ടും നല്ല ചേർച്ചയാ. പക്ഷെ ഇടിയപ്പം പെട്ടെന്ന് മരിച്ചു. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞതോ? പലഹാരങ്ങളുടെ ലിസ്റ്റ് ഒരു താളത്തിൽ പഠിച്ചു വെച്ചിരിക്കുന്നോണ്ട് ഒരെണ്ണം ഒഴിവാക്കി അതിന്റെ ശോഭ പോവില്ലേ? എന്നാ പുട്ടും കട എന്താ? എന്റെ ഈശ്വര, അതും ഇല്ലേ? ഉണ്ട്, ഇപ്പൊ കൊണ്ടുവരാം. ആ അതെ, ഒരു ചായയും കുടിച്ചിട്ട് കുറെ നേരമായില്ല സൊള്ളാൻ തുടങ്ങിയിട്ട്. ഇത് കോളേജൊന്നല്ല, ഹോട്ടലാ. എനിക്ക് ഇണക്കിളിയിൽ വന്നിരിക്കുന്നു. എന്നെ കാട്ടാളിനാക്കല്ലേ. എന്താ വട? വട ഞാൻ ചോദിച്ചില്ലല്ലോ. പുട്ട് കുറ്റിയിൽ തള്ളി ഇറക്കാൻ യൂണിയനിൽ നിന്ന് 2 ആളെ വിളിക്കാൻ പോയിരിക്കുക. യൂണിയൻകാർ തമ്മിൽ ഭയങ്കര വഴക്കല്ലേ, അത് അവരുടെ അവകാശമല്ലേ. സാറ് വട കഴിച്ചാട്ടെ, യൂണിയൻകാർ ഞാൻ ശരിയാക്കി തരാം. ഒരു കടി തരട്ടെ? അല്ല, കടിക്കാൻ എന്തെങ്കിലും തരട്ടെ എന്ന്. ചായ മാത്രം. എന്നാ പിന്നെ കുടലെടുക്കട്ടെ? ഒന്നും വേണ്ടാന്ന് പറഞ്ഞോണ്ട് ഞാൻ കുടലെടുക്കുന്നു. അയ്യോ, ഇവിടെ നല്ല ഒന്നാന്തര ആടിന്റെ കുടല് കറി ഉണ്ടെന്ന് അത് എടുക്കട്ടെ എന്ന്. അത്രേ ഉള്ളു. അത് പേടിച്ചു. ഇഡലി അപ്പഴി മണ്ണല്ല ചേട്ടാ, അത് കല്ല, അരി കിടന്ന കല്ല്. അത് ആട്ടിയപ്പോ പൊടിഞ്ഞ് മണ്ണായതാ. ആണോ? മണ്ണല്ലാണ്ട് പിന്നെ സ്വർണ്ണോട്ട് കൊടുക്കാൻ മോലാവോ? നിങ്ങളുടെ ആ സപ്ലയർ ആള് കൊള്ളാലോ. ഒരു ചായ കുടിക്കാൻ കയറി എന്നെ കൊണ്ടേ 32 രൂപയ്ക്ക് അയാൾ തിരിച്ചു. ഇങ്ങനെ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്നേ രക്ഷപ്പെട്ടു പോയേനെ. എനിക്കുണ്ടേ ചെറിയൊരു ഹോട്ടൽ. ഇവിടുന്ന് പറഞ്ഞോടാൻ ഞാൻ തയ്യാറാ, പക്ഷെ അയാൾ പോകുമെന്ന് എനിക്ക് തോന്നണില്ല. അത്രയും ശമ്പളം ഉണ്ടോ ഇവിടെ? ഈ ഹോട്ടലിലെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതേ അങ്ങേരാണ്. ഇതിന്റെ മോലാളി NDR എന്ന ND രാമൻ നായർ. ഇന്നൊരു സപ്ലയർ ഉച്ചവരെ ലീവ് എടുത്തോണ്ട് പുള്ളിക്കാരൻ കയറി നിന്നേ ഉള്ളൂ. പണക്കാരനായെന്ന് വെച്ച് പഴയതൊന്നും മറക്കുന്ന ആളല്ല കക്ഷി. അങ്ങനെയാ വേണ്ടത്. സർക്കാർ ഉദ്യോഗം തെണ്ടി നടക്കുന്ന ചെറുപ്പക്കാരെ അങ്ങേരെ കണ്ടു പഠിക്കട്ടെ. അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോ ചേട്ടൻ അഭിമാനം തോന്നുന്നുണ്ടല്ലേ? എന്ന ഒരു സത്യം കൂടി പറയാം, പുള്ളിക്കാരനെ എന്റെ അച്ഛനാ. അല്ല, താമരാക്ഷൻ പറഞ്ഞ സമയത്ത് തന്നെ വന്നല്ലോ. എനിക്കിനി ധൈര്യമായിട്ട് ഉടുപ്പൂരാലോ. മുതലാളി അമ്മായിമ്മ പ്രസവിച്ചോ? അയ്യോ മുതലാളി പ്രസവമല്ല, മരിക്കാൻ കിടക്കുക. ആട്ടെ, എത്ര വയസ്സായി? 92 മുതലാളി. എപ്പോഴാ മരിക്കണെന്ന് അമ്മായിമ്മയോട് താൻ ചോദിച്ചോ? അയ്യോ, അത് ഇവിടെ പണിയെടുക്കുമ്പോ ഇവിടെ പണിയെടുക്ക. ആ തള്ള മരിക്കുമ്പോ അവിടുന്ന് ആള് വന്ന് പറയും. ഇനി അമ്മായിയമ്മ പെട്ടെന്ന് തട്ടിപ്പോണെന്ന് തനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ 2 ആഴ്ച പഴക്കമുള്ള പരിപ്പോടി ഇരിപ്പുണ്ട്, അത് ഒരെണ്ണെടുത്ത് കൊണ്ടു കൊടുക്കണോ. വയസ്സും പ്രായമൊക്കെ ആയിരുന്നു അമ്മായിയമ്മ അവന്റെ ഒരു പ്രസവവും. തന്തയോട് അതിര് കവിഞ്ഞ ബഹുമാനം നിനക്കുണ്ടെന്ന് എനിക്കറിയാം.
അതിന് ഇങ്ങനെ എഴുന്നേറ്റ് കാണിക്കണ്ട, മനസ്സിലുണ്ടായാ മതി. ഇരുന്നിരുന്ന് മൂട് കളിച്ചോണ്ട് എണീറ്റാച്ച. മൂഡ് കളയ്ക്കുന്നോണ്ട് കുഴപ്പമില്ല, പക്ഷെ മൂഡ് മറക്കരുത്. ഇല്ല, മറക്കാതെ കൊണ്ടുവരാം. തമ്പയോട് എതിര് പറയുന്നോ തെണ്ടി? തലയിരിക്കുമ്പോ വാരാടണ്ട. അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആട്ടിയാലല്ലേ വാലുണ്ടെന്ന് തല അറിയൂ. നീ ആള് കൊള്ളാമല്ലോ. നിനക്ക് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞേ? നീ എന്റെ മോൻ തന്നെയാ. ഇതെന്താ? താമരാക്ഷന്റെ അര. താമരാക്ഷന്റെ അറിയോ? അല്ല, താമരാക്ഷന് പകരം അച്ഛൻ അര ദിവസം ഇവിടെ വേല ചെയ്തില്ലേ? ആ. അപ്പൊ അയാളുടെ കട്ട് ചെയ്ത അര ദിവസത്തെ കൂലി. സാരഥി കുമാര, സാരഥി, അത്ര ഓളിയും വേണ്ട. കുറച്ച് സൗണ്ട് കൂട്ടി വെച്ചെന്നുള്ളൂ. ഇന്നലെ കാറിൽ വെച്ച് മുതലാളി സിറ്റിയിൽ വിൽക്കാനിട്ടിരിക്കുന്ന ലോഡ്ജ് വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചു. ഇന്ന് മുതലാളി എന്താണാവോ ആലോചിക്കുന്നത്? നിന്റെ അമ്മയെ കെട്ടിക്കണ കാര്യം ഞാനിപ്പോ അത് ആലോചിക്കുന്നു. നടക്കൂല മുതലാളി. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യാ സാരഥി? മുതലാളിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊന്ന് ആലോചിക്കാം. നിന്റെ അമ്മയെ ഞാൻ കെട്ടിയ നീ എന്നെ അച്ഛാന്ന് വിളിക്കില്ലടാ. അച്ഛനല്ലാതെ പിന്നെ അളിയാന്ന് വിളിക്കാൻ പറ്റുമോ? ഹ, പട്ടി തെണ്ടി ചെറ്റ്, വണ്ടി തുരുത്തിക്കാട്ട് കവലിലേക്ക് വിടറാ. ശയന പ്രദക്ഷിണം വേസ്റ്റ്. ആ ചക്കരക്കൽപ്പ സ്ഥലം തരൂ പ്ലീസ്. ഈ പ്രൈവറ്റ് ബസ്സിൽ എന്തോ ചെക്കിംഗ്. അതെന്താ സഹോദരൻ അങ്ങനെ പറയുന്നത്? ഈ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഒഴിക്കുന്ന അതേ ഡീസൽ തന്നെയാണ് ഞങ്ങൾ ഇതിനകത്ത് ഒഴിക്കുന്നത്. ആ ടിക്കറ്റ് എടുത്തേ. ടെസ്റ്റ് ചെയ്യോ? അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുമല്ലോ അല്ലേ? ഓ, നിർത്തി Okay. തന്ന. ഭരണം കുറച്ച് കൂടുന്നുണ്ട്. സ്വന്തം ബസ്സിലെങ്കിലും അല്പം ഷൈൻ ചെയ്യില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? ആ യാത്രക്കാരുടെ തല്ലുള്ള സൂക്ഷിക്കണം. അത് ഓർത്ത് പറഞ്ഞു വിഷമിക്കണ്ട. തല്ല അവോയ്ഡ് ചെയ്തിട്ടുള്ള ഷൈനിങ് മാത്രമേ ഉള്ളൂ. പോരെ? ദേ ഞങ്ങള് ടിക്കറ്റ് എടുത്തിട്ടില്ല. ആ, എന്റെ ബസ്സിൽ നിങ്ങൾക്ക് എന്തിനാ ടിക്കറ്റ്? അത് കൊള്ളാം. ആ ടിക്കറ്റ് പ്ലീസ്. എല്ലാവരും ടിക്കറ്റ് ഒന്ന് കാണിച്ചേ. നല്ല പുളിങ്കൊമ്പ് നോക്കി തന്നെ പെണ്ണ് പിടിച്ചിരിക്കുന്നത്. 3 ബസ്സല്ലേ സ്വന്തമായിട്ടുള്ളത്. ഹോട്ടലും ബ്ലേഡ് കമ്പനിയും പിന്നെ ആർക്കുള്ളതാ? അപ്പൊ ശരിക്കും എൻക്വയറി നടത്തിയിട്ട് തന്നെ. പിന്നെ അല്ലാതെ നിർത്ത്, നിർത്ത്. ഛേ, എന്ത് പരിപാടിയാ അച്ഛനെ കാണിച്ചത്? ഡ്രൈവർ കുട്ടപ്പ, വണ്ടി ഇങ്ങനെ വലിയ ശബ്ദത്തോടെ ബ്രേക്ക് ഇടുന്നത് കാണാൻ നല്ല ശേല. പക്ഷെ തേയിന്ന് നിന്റെ കാലല്ല, എന്റെ ടയറാ. ഈ മാസം നീ ഇങ്ങനെ എത്ര ബ്രേക്ക് കിട്ടും മോനെ? ആദ്യത്തെ ബ്രേക്കാ മുതലാളി. ആ, ഈ ബ്രേക്കിന് നിന്റെ ശമ്പളത്തിൽ നിന്ന് 10 രൂപ ഞാൻ പിടിക്കും. ഒരു ടിക്കറ്റ് എടുത്തേ. പിടിച്ചേ. ടിക്കറ്റ് എടുക്കണ്ടെന്ന് ആ, പറഞ്ഞു. ഇന്ന് ടിക്കറ്റ് എടുക്കുന്നത് ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിൽ ഇന്നത്തോടെ എല്ലാം ശുഭം. കിളികുമാരൊന്ന് മാറിയെന്നേ, ഞാനൊന്ന് കയറട്ടെ. ആ ടിക്കറ്റ് എടുത്ത സഹോദരന്മാരൊക്കെ കൈ ഒന്ന് കാണിച്ചേ. കൈ നോട്ടക്കാരനാണോ? കൈ നോക്കാനല്ലടോ, ടിക്കറ്റ് ചെക്ക് ചെയ്യാനാ. ഇതേതാ ഈ നരകം? പൊന്നു മോനെ രമണ, നീ എങ്ങനെ ഇതിനകത്ത് കയറിയത്? അത് ചെക്ക് ചെയ്യാൻ ഞാൻ. കഴുതേ, നിന്നോട് ആരോ പറഞ്ഞത് ഇതിനകത്ത് കയറി ചെക്ക് ചെയ്യാൻ? നാണക്കേടായി പോയല്ലേ മോനെ. നിയന്ത്രണം വിട്ടപ്പോ അച്ഛൻ അറിയാതെ പറഞ്ഞതാ മോനെ, നീ ക്ഷമിച്ചു കളാ. ഇന്ന് കാലത്ത് 3-ാം നമ്പർ ബസ് ചെക്ക് ചെയ്യാനല്ലേ അച്ഛൻ പറഞ്ഞത്? അതെ അച്ഛാ. പിന്നെ നീ എന്നോട് കാട്ടുപോത്ത് ഇതിനകത്ത് കയറിയത്? മോന് കാണേണ്ടത് ആരെങ്കിലും ഈ ബസ്സിനകത്ത് കയറി കാണാം. അല്ല, ഞാൻ എന്റെ മോനോടല്ലേ ചോദിച്ചേ. അതിന് നീ സമാധാനം പറയാന്ന് വെച്ചാ നീ എന്റെ മോനാ? അത് അച്ഛൻ അറിഞ്ഞില്ല കേട്ടോ. ആ ടിക്കറ്റ് എടുത്തേ. അയ്യോ, ഞാൻ ടിക്കറ്റ് എടുത്തില്ല. അതെന്താ? കണ്ടക്ടർ അളിയനാ ഞാൻ. ആ, കണ്ടക്ടർ മോൻ ഇങ്ങോട്ട് വന്നേ, വാ. അതെ, നീ ഇവന്റെ പെങ്ങളെ കെട്ടിയപ്പോ ഇവന് വെറുതെ വണ്ടി കയറ്റാന്ന് വാക്ക് കൊടുത്തുണ്ടോ? അയ്യോ ഇല്ല മുതലാളി. ഈ കാശ് നിന്റെ ശമ്പളത്തിന് ഞാൻ പിടിക്കും. ആ, ഇനി ഡ്രൈവറുടെയോ കിളിയുടെയോ അളിയന്മാരോ ചിറ്റപ്പന്മാരോ ആരെങ്കിലും കൈപൊക്ക കൈപൊക്ക കൈപൊക്ക. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം മുതലാളി? കാറിൽ വെച്ചിട്ട് ഫോളോ ചെയ്യട്ടാ? നിന്റെ മൂത്രത്തിൽ പെട്രോൾ ഉണ്ടോ സാരഥി കുമാര? പരിശോധിച്ചാ കുറച്ച് പഞ്ചാര ഉണ്ട്. എന്നാ അത് നുണഞ്ഞോണ്ട് നീ ഇവിടെ തന്നെ നിന്നാ മതി. ഈ ബസ് ഇതേ തിരിച്ചു വരും. അപ്പൊ ഞാൻ ഇറങ്ങിക്കോളാം. എന്നാ പിന്നെ പൊന്നുമ ഇവിടെ ഇറങ്ങില്ലേ നല്ലത്? എവിടേക്കാ ഈ പൊട്ടം നോക്കണം? നോക്കണം. ആ, പോവാ.